ഒരു ഗ്രാമത്തിൽ ക്ഷാമം വർദ്ധിച്ചപ്പോൾ സാഹസികരായ 3 പേർ അടുത്ത ഗ്രാമത്തിലേക്ക് താമസം മാറുവാൻ തീരുമാനിച്ചു. പക്ഷേ അവർക്ക് വനത്തിലൂടെ 2 ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു. മൂവർക്കും ഭയമുണ്ട്, വഴിയും നിശ്ചയമില്ലായിരുന്നു. എങ്കിലും അവർ യാത്രയായി. ആദ്യ ദിവസം സായാഹ്നമായപ്പോൾ വലിയ കാറ്റും മഴയും തുടങ്ങി. കാട്ടിലെ വഴികൾ മുഴുവനും ഇരുണ്ടു. അവർക്ക് ഭയം തോന്നിയെങ്കിലും ധൈര്യം കൈവിട്ടില്ല. അവർ കാട്ടിലെ വലിയ ഇലകൾ കൂട്ടിച്ചേർത്ത് മഴ നനയാതെ നടക്കുവാൻ തുടങ്ങി. ഒന്നാമൻ ഒരു പന്തം കൊളുത്തി. രണ്ടാമൻ വഴി കണ്ടെത്തുന്നതിൽ ശ്രദ്ധിച്ചു. മൂന്നാമൻ മറ്റിരുവരെയും ധൈര്യപ്പെടുത്തിക്കൊണ്ട് നടന്നു. രാത്രിയിൽ സഞ്ചരിക്കുന്നവർക്കായി ഗ്രാമവാസികൾ ചേർന്ന് നിർമ്മിച്ചിരുന്ന ഒരു ഏറുമാടത്തിൽ അവർ പാർത്തു. 2-ാം ദിവസം സന്ധ്യയ്ക്ക് സുരക്ഷിതരായി അവർ അടുത്ത ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഭയം തോന്നിയാലും മുന്നോട്ടു പോകാനുള്ള ധൈര്യമാണ് സാഹസികത. തെല്ലും ഭയമില്ലാത്തവർ ചുരുക്കമാണ്. പക്ഷേ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറുന്നത് ഭയം കാരണമാകരുത്. പുരോഗതിയിലേക്കുള്ള പുതിയ മാർഗങ്ങളും സാഹസികത നിറഞ്ഞതാണ്. സാഹസികത അപകടകരമാണെങ്കിലും സാഹസികത ഏറ്റെടുക്കുവാൻ മനസ്സിലാത്തവർക്ക് ഈ ലോകത്തിൽ നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ സാധിക്കില്ല. ഇന്ന് വിശ്വാസികളുടെ പിതാവെന്ന് ക്രിസ്തു വിശ്വാസികൾ പറയുന്ന അബ്രഹാം, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നുള്ള ദൈവശബ്ദം കേട്ട് എവിടേക്ക് പോകുന്നു എന്നറിയാൻ പാടില്ലാതെ യാത്ര പുറപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ആഫ്രിക്കയിൽ മിഷണറിയായിരുന്ന ഡോക്ടർ ഡേവിഡ് ലിവിങ്സ്റ്റൺ, കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച് കുഷ്ഠരോഗിയായി തീർന്ന ഫാദർ ഡാമിയൻ, ഭാരതത്തിൽ മിഷണറിയായി തീർന്ന ചെരുപ്പുകുത്തിയായിരുന്ന വില്യം കേറി, ഇങ്ങനെ അനേകർ സാഹസികരായിരുന്നു. യഥാർത്ഥമായി ദൈവികരായി ജീവിക്കുന്നതും വലിയ സാഹസികത തന്നെയാണ്. അവർ കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിപ്പാൻ തയ്യാറാവേണ്ടതാണ്. അങ്ങനെ യഥാർത്ഥ ദൈവികരായി ജീവിക്കാൻ നമുക്കും സമർപ്പിക്കാം.